Today we are going to discuss about the commercial papers. Commercial paper, one of the money market instrument. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ കോൾ മണിയും അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ള ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിനെ കുറിച്ചാണ്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത്, അല്ലേ? കമ്പനികൾക്ക്, ബാങ്കുകൾക്ക്, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ ഷോർട്ട് ടേം ആയിട്ട് ഹ്രസ്വകാലത്തേക്ക് പണം ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ പണത്തെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. തർക്കമൊന്നുമില്ല, കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. It is issued by large banks and corporations. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ലാർജ് ബാങ്കുകൾ, വലിയ ബാങ്കുകളും അതുപോലെ വലിയ ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ കമ്പനികളുമാണ് എന്ത് ചെയ്യുന്നത്? ഈ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. വലിയ ബാങ്കുകളും ലാർജ് ബാങ്കുകളും അതുപോലെ തന്നെ കോർപ്പറേഷനുകളുമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനെ ഇഷ്യൂ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മീറ്റ് ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെന്റ്സ്. മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിനെ? ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെന്റ്. ഇത്തരത്തിലുള്ള ലാർജ് ബാങ്ക്സിന്റെയും കോർപ്പറേഷൻസിന്റെയും ഹ്രസ്വകാലത്തേക്കുള്ള, ചുരുങ്ങിയ കാലത്തേക്കുള്ള ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, പണത്തിന്റെ ആവശ്യത്തെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. Commercial papers are issued in the form of short-term promissory note. ഏത് ഫോമിലാണ്? ഷോർട്ട് ടേം, ഹ്രസ്വകാല promissory note. ഏത് promissory note ആണ്? യൂസൻസ് promissory note. ശ്രദ്ധിക്കുക, commercial papers are issued in the form of യൂസൻസ് promissory notes. പിന്നെ പറയുന്നു the commercial papers are unsecured. ഒരേ സമയം അൺസെക്യൂർഡുമാണ്, അതേസമയം സെക്യൂർഡ് ആണെന്ന് പറയാം. അൺസെക്യൂർഡ് എന്താ നമുക്ക് നോക്കാം. അൺസെക്യൂർഡ് എന്ന് വെച്ചാൽ ഓൺലി ബാക്ക്ഡ് ബൈ ദി റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി. ശ്രദ്ധിക്കുക, ദ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ ദി ഹൈലി റെപ്യൂട്ടഡ്, ക്രെഡിറ്റ് വർത്തിനെസ്, ഹൈ പ്രോഫിറ്റബിൾ കമ്പനീസ്. നല്ല ലാഭം ഉണ്ടാക്കുന്ന, നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുത്ത് പാരമ്പര്യമുള്ള കമ്പനികളും ബാങ്കുകളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? വലിയ ലാർജ് കോർപ്പറേഷനുകളാണ് എന്ത് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതൊരു സെക്യൂരിറ്റിയാണ്. അല്ലാതെ യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റിയും, കൊളാട്രൽ സെക്യൂരിറ്റിയും എന്തിനില്ല? കൊമേഴ്ഷ്യൽ പേപ്പർ ഉപയോഗിക്കില്ല. നോ കൊളാട്രൽ സെക്യൂരിറ്റീസ് ഈസ് യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ പേപ്പർ ട്രേഡിംഗ്. ഓൺലി ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ backed by the reputation of the financial institutions and reputation of the large corporation. വലിയ സ്ഥാപനങ്ങളുടെ ആ റെപ്യൂട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഹൈലി റെപ്യൂട്ടഡ് കമ്പനിയാണ് ഇന്ത്യയിലെ. അവരൊരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇറക്കുകയാണെങ്കിൽ അതിന് വലിയ സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല. കാരണം എന്താ? ഹൈലി റെപ്യൂട്ടഡ് ക്രെഡിറ്റ് വർത്തിനെസ് കമ്പനിയാണ്. അതുപോലെ ഹൈലി സെക്യൂർഡ് ആൻഡ് സേഫ് ഇൻവെസ്റ്റ്മെന്റ്. അൺസെക്യൂർഡ് ആണ് നേരത്തെ പറഞ്ഞു, അത് എന്താണ്? കൊളാട്രൽ സെക്യൂരിറ്റി വെക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഹൈലി സെക്യൂർഡ് ആൻഡ് സേഫ് ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും സുരക്ഷിതമായ, സെക്യൂർഡ് ആയിട്ടുള്ള നിക്ഷേപ അവസരമാണ് ഇത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്നറിയപ്പെടുന്നത്. പിന്നെ പറയുന്നു കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ഫ്രം ദി ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിൽ നിന്നും നിശ്ചിത ശതമാനം, ശ്രദ്ധിക്കുക, ഫേസ് വാല്യൂവിൽ നിന്നും നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ആ ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ആരായിരിക്കും? കമ്പനിയാണ്. ഏത് കോർപ്പറേഷൻ ആണോ, ബാങ്ക് ആണോ, ഏത് സ്ഥാപനമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്, അവരായിരിക്കും ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കൊമേഴ്ഷ്യൽ പേപ്പർ തന്നെ സെക്കൻഡറി മാർക്കറ്റിൽ വിറ്റാലോ? സെക്കൻഡറി മാർക്കറ്റിൽ അവിടെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഡിസ്കൗണ്ട് റേറ്റ് പോകുന്നത്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യം, മിനിമം ഡിനോമിനേഷൻ ഓഫ് എ കൊമേഴ്ഷ്യൽ പേപ്പർ. ഒരു കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ മിനിമം ഡിനോമിനേഷൻ എന്ന് പറയുന്നത്, മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
5 ലക്ഷമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കമ്പനിക്ക് ടാൻജിബിൾ നെറ്റ്വർക്ക് 4 crore 4 കോടി ഉണ്ടായിരിക്കണം, എന്നാലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇഷ്യൂഡ് ത്രൂ ഡെപ്പോസിറ്ററീസ് അപ്രൂവ്ഡ് ബൈ സെബി. കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഡെപ്പോസിറ്ററീസ് ആണ്, അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും ആര്? സെബി. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഡെപ്പോസിറ്ററീസ് വഴിയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ അതൊന്നെങ്കിൽ ഭൗതികമായ രൂപത്തിലോ, അതായത് ഫിസിക്കൽ ഫോം പേപ്പർ രൂപത്തിലോ, അല്ലെങ്കിൽ ഡിമാറ്റ് ഫോമിലോ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിമാറ്റ് എന്ന ഡിമെറ്റീരിയലൈസ്ഡ് ഇലക്ട്രോണിക് ഫോമിലോ ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. ഇതിന്റെ മിനിമം കാലാവധി 7 ദിവസമാണ്. മിനിമം മെച്യൂരിറ്റി പീരീഡ് മാക്സിമം 1 ഇയർ ആണ്. പിന്നെ പ്രധാനമായും കമ്പനികളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്രിസിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമുണ്ട്. അവരുടെ P2 എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പറുകൾ. ഒന്നാമത്തത് ഡയറക്റ്റ് പേപ്പർ. കമ്പനി ഏത് സ്ഥാപനമാണോ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനം യാതൊരുവിധ ഇടനിലക്കാരുമില്ലാതെ നേരിട്ട് ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പറുകളാണെങ്കിൽ അത് ഡയറക്റ്റ് പേപ്പറുകളാണ്. അതുപോലെ ഡീലർ മുഖാന്തരമാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇന്റർമീഡിയറ്റ് വഴിയാണ്, ഡീലർ വഴിയാണ്, മെർച്ചന്റ് ബാങ്ക് വഴിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതാണ് ഡീലർ പേപ്പർ. ഇനി അതല്ലാതെ ന്യൂ ഫോംസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ പേപ്പറുകളെ നമ്മൾ വിവിധ തരത്തിൽ തിരിച്ചിട്ടുണ്ട്. മാസ്റ്റർ നോട്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്, ബാങ്ക് ട്രസ്റ്റിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. മീഡിയം ടേം നോട്ട് ഉണ്ട്. 9 മുതൽ 10 മാസം കാലാവധിയുള്ള അൺസെക്യൂർഡ് ആയിട്ടുള്ള പേപ്പറുകളാണിത്. അതുപോലെ അസറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലോൺ ആൻഡ് റിസീവബിൾ. ക്രെഡിറ്റ് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടുന്നതാണ് ഇവിടെ. പിന്നെ റീസെന്റ് ട്രെൻഡ്സ്. കൊമേഴ്ഷ്യൽ മാർക്കറ്റിലെ റീസെന്റ് ട്രെൻഡ് 30/5/1991 RBI കൊമേഴ്ഷ്യൽ പേപ്പർ ഉദാരവൽക്കരിച്ചു. അതിനുശേഷം എലിജിബിൾ ആയിട്ടുള്ള യോഗ്യതയുള്ള കമ്പനികൾക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള അപ്രൂവലും RBI ആവശ്യമായി വന്നില്ല. മിനിമം വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് 10 കോടിയിൽ നിന്നും 5 കോടിയാക്കി. സീലിംഗ് ലിമിറ്റ് 75% വർക്കിംഗ് ക്യാപിറ്റലിന്റെ 75% കൊമേഴ്ഷ്യൽ പേപ്പറിലൂടെ റൈസ് ചെയ്യാം. അതുപോലെ T+1 സെറ്റിൽമെന്റ്, ട്രേഡിംഗ് ഡേ +1 ഡേ. വ്യാപാരം നടന്ന ഒരു ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ട്രാൻസാക്ഷൻ നടക്കണം. മെച്യൂരിറ്റി പീരീഡ് മിനിമം മെച്യൂരിറ്റി